വെഞ്ഞാറമൂട് കൊലപാതകം കണ്ട് കേരളം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്താണ് 21-കാരൻ്റെ ഈ പ്രകോപനത്തിന് കാരണം? അയാൾക്ക് എന്താണ് കുഴപ്പം? വികലമായ മനസ്സിനുടമയാണ് അയാൾ എന്ന് തർക്കമില്ല. ഡ്രഗ്സ് അടിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നൊരു വാർത്ത വരുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ശരി, 6 പേരെ കൊല്ലാൻ ഉദ്ദേശിച്ച് 5 പേരും കൊല്ലപ്പെട്ടു. അമ്മ തലയ്ക്ക് പരിക്കേറ്റെങ്കിലും ആശുപത്രിയിലെ അല്പസ്വല്പം ബോധം വീണ് കിടപ്പുണ്ട്. 23 വയസ്സുകാരൻ്റെ ഈ പ്രവൃത്തി, അതിക്രൂരവും നിഷ്ഠൂരമായ ഈ പ്രവൃത്തി ചെയ്യാൻ എങ്ങനെയാണ് അയാൾക്കൊരു മനസ്സുണ്ടായത്? അയാൾ വളർന്നു വന്ന സാഹചര്യം എന്ത്? അയാളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മൊഴിയിൽ പലതും കോൺട്രഡിക്ടറിയാണ്. എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് അറിയാൻ തന്നെ പോലീസിന് ബുദ്ധിമുട്ടായിട്ട്. 3 സ്ഥലങ്ങളിൽ 3 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ മർഡർ ഉണ്ടായത്. അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇയാളുടെ വല്യമ്മയാണ് ആദ്യം കൊല്ലുന്നത്. അത് സൽമ ബീവി 95 വയസ്സുണ്ട്. കല്ലറ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ആ സംഭവം. ഏകദേശം ഇയാൾ താമസിക്കുന്ന പെരുമലയിൽ നിന്ന് 10-25 കിലോമീറ്റർ അകലെയാണത്. അവിടെയാണ് ആദ്യത്തെ കൊലപാതകം ഉണ്ടായത്. അവരെ എന്തിനു കൊന്നു? അവരോട് നേരത്തെ ഒരു മാല ചോദിച്ചിരുന്നു. അവരത് കൊടുത്തില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം. പിന്നെ ഒരു കാര്യം ചെയ്തത്, ഇയാളുടെ പെൺസുഹൃത്ത് അവരെ ആ വീട്ടിൽ താമസിപ്പിക്കണം. ഫർസാനെ അവിടെ കൊണ്ടുവന്നാൽ അവിടെ താമസിപ്പിക്കണം വല്യമ്മയുടെ കൂടെ. അത് സമ്മതിച്ചില്ല. 2 കാര്യത്തിന് അവരോട് വൈരാഗ്യമുണ്ട്. ഒന്ന്, പെൺസുഹൃത്തിനെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല. വല്യമ്മ എതിരാണ്. അവർ സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ അവരുടെ ഒരു മാല ചോദിച്ചു, അത് കൊടുത്തില്ല. അതാണ് അവരെ കൊല്ലാനുള്ള ഒരു വൈരാഗ്യം എന്നെനിക്ക് തോന്നുന്നു. പിന്നീട് അവരെ കൊന്ന് അവരുടെ മാലയായിട്ട് ആ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ബാപ്പായുടെ സഹോദരൻ, അയാൾ CRP റിട്ടയർ ചെയ്ത ആളാണ്, അയാളുടെ ഒരു ഫോൺ വന്നു. അവിടെ കൊന്നിട്ട് വരികയാണെന്ന് വിചാരിച്ചോണം. പിതാവിൻ്റെ സഹോദരൻ ലത്തീഫ്, അയാൾ CRP റിട്ടയർ ചെയ്ത ആളാണ്, 61 വയസ്സുണ്ട്. അയാളുടെ ഭാര്യ ഷാഹിദ, അത് 51 വയസ്സുകാരിയാണ്. അപ്പം അയാൾ വിളിച്ചപ്പം വല്യമ്മയെ കൊന്ന വിവരം അറിഞ്ഞിരിക്കുന്നു, അവർ ജീവിച്ചിരുന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും മനസ്സിൽ. തൻ്റെ വീട്ടിൽ അവരെ കൊന്നിട്ട് വരുന്ന ശേഷം അവിടെ തൻ്റെ കാമുകി ആയ അല്ലെങ്കിൽ ഫർസാനയോട് തൻ്റെ വീട്ടിൽ വരണം, അവിടെ ആരുമില്ല, അനിയൻ സ്കൂളിൽ പോയിരിക്കുന്നു, അമ്മയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ വല്യമ്മയെ കൊല്ലുന്നതിന് മുമ്പ് അമ്മയെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ഒരു ഷാളിട്ട് പിടിക്കുകയും ചെയ്തു. അമ്മ അത് എങ്ങനെയോ രക്ഷപ്പെട്ടെങ്കിലും അമ്മയെ അവിടുത്തെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. ആ അമ്മ ഒരിക്കലും തൻ്റെ മകൻ തന്നെ കൊല്ലുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല. അന്നേരമുള്ള അവൻ്റെ അരിശത്തിന് ചെയ്തതാവും. കഴുത്തിൽ ഷാളിട്ട് മുറുക്കി അവരെ കൊല്ലാൻ ശ്രമിച്ചു. അതിനുശേഷം അവിടെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ടാണ് നേരെ ഇയാൾ വല്യമ്മയുടെ അടുത്തോട്ട് പോയത്. വല്യമ്മയുടെ അവിടെ പോയി വല്യമ്മയെ കൊന്ന് മടങ്ങി വരുന്ന വഴിയിൽ തൻ്റെ പിതാവിൻ്റെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും ഇയാൾ കൊല്ലുകയാണ്. അതെന്തിനു കൊന്നു എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ അതിനകത്ത് പറയേണ്ടി വരും. ഒന്ന്, അയാൾ ലത്തീഫിനോടും ഭാര്യയോടും ഒരു വൈരാഗ്യമുണ്ട്. ആ കുടുംബത്തിലെ ഇപ്പോഴത്തെ പ്രശ്നം സാമ്പത്തിക പ്രശ്നം തന്നെ.
75 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിതാവിന് വലിയ കടമുണ്ട്. പിതാവിന് ഗൾഫ് രാജ്യത്തിൽ നിന്ന് മടങ്ങാൻ പറ്റുന്നില്ല, യാത്രാ വിലക്കാണ്. ഇന്നലെ അയാളെ ഫോണിൽ സംസാരിച്ചപ്പം ഇത്രയും പ്രശ്നം വീട്ടിലുണ്ടായിട്ടും പലരും കൊല്ലപ്പെട്ടിട്ടും അവിടുന്ന് വരാൻ കഴിയില്ല എന്ന് തന്നെ തീർത്തു പറയുന്നത് കേട്ടു. യാത്രാ വിലക്കുണ്ട്, സാമ്പത്തിക പ്രശ്നം തന്നെ കാരണം. ആ സാമ്പത്തിക പ്രശ്നം നിവരാൻ വേണ്ടിയിട്ട് അമ്മയും മകനും കൂടെ ആലോചിച്ചു കൂട്ട ആത്മഹത്യ. അതിന് അമ്മയും തയ്യാറായി വന്നെങ്കിലും പിന്നീട് അമ്മ കാലുവാരി എന്നാണ് മനസ്സിലായത്. അമ്മ അതിന് തയ്യാറായില്ല. മകൻ്റെ പ്രവൃത്തികൾ, ഈ രീതിയിലുള്ള അവൻ്റെ ചിന്തകൾ പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മായുന്നതും ചാടുന്നതും ചാഞ്ചാടുന്നതും ഒക്കെ അമ്മയ്ക്ക് മനസ്സിലായി. പിതാവിനെ ഫോൺ ചെയ്തപ്പം പറഞ്ഞ് അവന് ഭ്രാന്താണ് എന്ന് വരെ ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, തലയ്ക്ക് ക്ഷതമേറ്റ് അല്പസ്വല്പം ബോധം വീണിട്ടുണ്ട്. അവരുടെ സഹോദരൻ നേരിട്ട് കണ്ടു. പറയുന്നത് വ്യക്തതയല്ലെങ്കിലും ഒരു കാര്യം സഹോദരന് മനസ്സിലായി, അവർ ബോധത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. തലക്കേറ്റ കഠിനമായ ആ ക്ഷതമുണ്ടെങ്കിലും അല്പസ്വല്പം ബോധത്തിലേക്ക് വരുന്നുണ്ട്. സംസാരിക്കുമ്പം വ്യക്തതയില്ല എങ്കിലും ഇളയ മകൻ്റെ കാര്യമാണ് ചോദിച്ചതെന്ന് ആ സഹോദരനോട് പറഞ്ഞു. അവന് കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രം പറഞ്ഞു. എന്താണ് അവൻ്റെ കാര്യം അങ്ങനെ ചോദിക്കാനെന്നുള്ളതിന് വ്യക്തതയില്ല. അത് ഇനിയേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഏതായാലും അമ്മയെ ഇവിടെ കെട്ടിയിട്ടിട്ട് അതിനുശേഷം ഇയാൾ പോയി വെഞ്ഞാറമൂട്ടിലുള്ള ഒരു കടയിൽ പോയി ചുറ്റിക വാങ്ങിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ആ ചുറ്റിക കൊണ്ടാണ് പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലോട്ട് പോയത്. അത് ചുള്ളാലം എന്ന സ്ഥലത്തെത്തി. അവിടെ ചായ ഉണ്ടാക്കി കൊടുത്തു. ഇതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും സെറ്റിയിൽ ഇരുന്ന രീതിയിൽ തന്നെയാണ് ആ CRP റിട്ടയർഡ് ഹാൻഡ് ആയ ലത്തീഫ് മരിച്ചു കിടക്കുന്നത്. ലത്തീഫിൻ്റെ ഭാര്യ അടുക്കള ഭാഗത്ത് മരിച്ചു കിടക്കുന്നു. അവരോടുള്ള വൈരാഗ്യം, പിതാവിൻ്റെ 75 ലക്ഷം കടം കുടുംബ പ്രോപ്പർട്ടി വിറ്റ് കൊടുക്കണം കടം വീട്ടാൻ. പക്ഷേ ലത്തീഫ് അതിനോട് യോജിച്ചില്ല. അപ്പോൾ ലത്തീഫിനോട് അങ്ങനെ ഒരു വൈരാഗ്യമുണ്ട്. രണ്ടാമത് വല്യമ്മയെ കൊന്നിട്ട് വരുന്ന വഴിക്ക് ലത്തീഫിൻ്റെ ഒരു ഫോണ് വന്നു. അത് എന്താണെന്ന് നമുക്കറിയില്ല. രണ്ടുപേരും അയാൾ മരിച്ചു പോയിരിക്കുന്നല്ലോ. ആ ഫോണിൽ കൂടെ പറഞ്ഞത് ഇയാൾ പ്രതിയായ ആ അഫാൻ കരുതിയത് വല്യമ്മയെ കൊന്ന വിവരം അറിഞ്ഞിട്ടുണ്ടാവും, അതായിരിക്കും തന്നെ വിളിച്ചതെന്ന്. എന്നാൽ അവർ രണ്ടുപേരും ഇനി ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി അവരെ വീട്ടിൽ പോയി അവരെ രണ്ടുപേരെയും കൊന്നു. ഇതിനിടയ്ക്ക് തൻ്റെ പെൺസുഹൃത്തിനോട് തൻ്റെ വീട്ടിൽ വരണം, തൻ്റെ വീട്ടിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നീ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി തനിച്ച് വീട്ടിൽ വന്നിട്ട് ആ വീടിൻ്റെ 2ാം നിലയിൽ കയറിയിരുന്നു. താഴത്തെ മുറിയിലെ ആ അമ്മ, അല്ലെങ്കിൽ അഫാൻ്റെ അമ്മ ഷമ എന്ന് പറഞ്ഞ ലേഡി, അവിടെ കിടക്കുന്നുണ്ടെന്ന് വിവരം ആ കുട്ടിക്ക് അറിയാമോ ഇല്ലയോ എന്ന് സംശയമാണ്. നേരെ 2ാം നിലയിൽ ഒരു മുറി പോയിരുന്നു. ഇയാൾ തൻ്റെ പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയും കൊന്ന ശേഷം നേരെ വീട്ടിൽ വന്നിട്ട് 2ാം നിലയിൽ കയറി. 2ാം നിലയിൽ കയറി തൻ്റെ പെൺസുഹൃത്തിനെ തലയ്ക്കടിച്ചു കൊന്നു. അത് ചുറ്റി കൊണ്ടടിച്ചു. അതുപോലെ ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. അപ്പോൾ അത് ചുറ്റിയാകാനുള്ള സാധ്യത കുറവായിട്ട് തോന്നുന്നുണ്ട്. മറ്റൊരായുധം വന്നിരിക്കുന്നു. അത് പിക്കാസ് പോലുള്ള ഏതോ ഒരു ആയുധം ഉണ്ട് എന്ന് കരുതുന്നു. പിച്ചാത്തി കൊണ്ട് കുത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ നെറ്റിയിലെ ആഴത്തിലെ മുറിവ് ഒരു ചുറ്റികയ്ക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. മറ്റൊരായുധം ഉണ്ട് എന്നാണ് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ആ പെൺസുഹൃത്തിനെ കൊന്ന ശേഷം 4 മണിയായപ്പം ആ സഹോദരൻ, താൻ സോഷ്യൽ മീഡിയയിൽ താൻ എപ്പോഴും സ്നേഹിക്കുന്ന, താൻ എപ്പോഴും കെട്ടിപ്പിടിച്ച് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് ഇട്ടിട്ടുള്ള
അഫ്സാൻ എന്ന 7ാം ക്ലാസ്സുകാരൻ. അവന് ആണ് പിന്നെ ചുറ്റിയയ്ക്ക് തലക്കടിച്ച് കൊല്ലുന്നത്. അവന് ഇഷ്ടമുള്ള ഒരു കുഴിമന്തി വാങ്ങിച്ചുകൊണ്ട് വന്നതായിട്ട് കഥ പറയുന്നുണ്ട്. കുഴിമന്തി കണ്ടു കഴിഞ്ഞാൽ ആ ഭക്ഷണം പദാർത്ഥം അവന് വലിയ ഇഷ്ടമാണ്. അവൻ അടങ്ങിയിരുന്നു കൊള്ളും. അവനെ തലക്കിട്ടടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അവൻ്റെ കണ്ണ് ഒരെണ്ണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അടി മുഖത്തേക്ക് തന്നെയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ചുറ്റുകൊണ്ടുള്ള അടി അവിടെ വന്നിരിക്കുന്നു. മറ്റൊരു ആയുധം കൂടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് ഇതുവരെ വെളിയിലോട്ട് വന്നതായിട്ട് എങ്ങും കണ്ടതായിട്ട് കാണുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ 90,000 രൂപയൊക്കെ അയാൾ പണയം വെച്ചിരുന്നു. സാമ്പത്തിക പ്രശ്നം തന്നെ. ആ പെൺകുട്ടിയുടെ അടുത്ത് ഒരു 500-ന്റെ നോട്ട് തറയിൽ കിടപ്പുണ്ട് എന്നും പറയുന്നുണ്ട്. പെൺകുട്ടിയെയും പെൺസുഹൃത്തിനെയും കൊന്ന ശേഷം, സഹോദരനെ കൊന്ന ശേഷം അമ്മയെ വീണ്ടും പോയി ചുറ്റിയയ്ക്ക് തലയ്ക്കടിച്ചു. അമ്മ മരിച്ചു എന്ന് കരുതി അയാൾ ബൈക്ക് വീട്ടിൽ തന്നെ വെച്ചു ഒന്ന് കുളിച്ചു. കാരണം ഇത്ര കൊലപാതകം നടത്തിയതല്ലേ, അതുകൊണ്ട് ദേഹത്ത് രക്തം ഉണ്ടാകാം, ഷട്ടിലുണ്ടാകാം. കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സ് വീട്ടിലുള്ള ഒരെണ്ണം ധരിച്ച് നേരെ ഒരു ഓട്ടോ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നു. അവിടെ വന്ന് അവിടുത്തെ സെൻട്രി നിൽക്കുന്ന ആളോട് പറഞ്ഞ് താൻ 6 പേരെ കൊന്നിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നി. താനിപ്പം എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നേരത്തെ ഈ പയ്യൻ്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അന്ന് ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിനാൽ വീട്ടിൽ വഴക്കുണ്ടാക്കി. അതിനുശേഷം മണ്ണെണ്ണയോ എലിവിഷമോ ഒക്കെ കഴിക്കുകയും ചെയ്തു. അങ്ങനെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയ ശേഷമാണ് അവിടെ ഇയാൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയുന്നുണ്ട്. സാമ്പത്തിക ഞെരുക്കത്തിൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് വിദേശത്ത് ഗൾഫിൽ, അവിടെ പോലീസ് യാത്രാ വിലക്ക് വിലക്കി അവിടെ കിടക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അമ്മയും ഇവർ 2 മക്കളും അവർ നേരെ ഗൾഫിൽ പോയി കുറച്ച് ദിവസം അവിടെ നിന്ന ശേഷമാണ് മടങ്ങി വരുന്നത്. ഇവിടെ 5 പേരെ കൊലപ്പെടുത്തി കഴിഞ്ഞു. അത് എന്താണ് അതിൻ്റെ മോട്ടീവ് എന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു പോലീസ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, 3 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. 3ഉം പ്രത്യേകം ഡിവൈഎസ്പിമാരെ അന്വേഷിക്കണം. കാരണം മോട്ടീവ് എന്തിനാണ് ഇവരെ കൊന്നതെന്നുള്ള മോട്ടീവ് ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലാണ് ഈ കേസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് മോട്ടീവ് കൃത്യമായിരിക്കണം. സാക്ഷികളില്ല, ആരും അറിഞ്ഞിട്ടില്ല ഈ കൊലപാതകം. അതിനകത്ത് സർക്കംസ്റ്റാൻഷ്യലെ സാഹചര്യ തെളിവ് കൊണ്ട് മാത്രമേ ഇയാളെ ശിക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇയാൾ ഇപ്പം പറയുന്ന മൊഴികൾ അത് പരസ്പരം വിരുദ്ധമായ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഷെമി എന്ന അമ്മ അത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റും. എങ്കിലും വല്യമ്മയെ കൊന്നത് അത് തീർച്ചയായിട്ടും കല്ലറ പാങ്ങോട് അതിർത്തിയിൽ ആ കൊലപാതകത്തിന് അവരോടൊരു വൈരാഗ്യമുണ്ട്. മോട്ടീവ് അതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് സൽമാ ബീവി മരണപ്പെട്ടത് 2 കാര്യത്തിലാണ്. ഒന്ന്, വൈരാഗ്യം, തൻ്റെ പെൺസുഹൃത്തിനെ അവിടെ താമസിപ്പിക്കാൻ അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിലും അവരത് അനുവദിച്ചില്ല. അതുപോലെ തന്നെ അവരുടെ മാല ചോദിച്ചിട്ട് കൊടുത്തില്ല. ഈ 2 കാര്യമായിരിക്കണം അവരെ കൊല്ലാനുള്ള കാര്യം. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ പിതാവിൻ്റെ സഹോദരൻ CRP പട്ടാളക്കാരനും അദ്ദേഹത്തിനെ ലത്തീഫിനെ കൊല്ലാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊല്ലാൻ കാര്യം കുടുംബസ്വത്ത് അവരുടെ കടം വീട്ടാൻ വിറ്റുകൊടുത്തില്ല എന്നുള്ളൊരു വൈരാഗ്യം. രണ്ടാമത്, വല്യമ്മയെ കൊന്നിട്ട് വരുന്ന വഴിക്കുള്ള ഫോൺ കോൾ ഏതെങ്കിലും വിധത്തിൽ വല്യമ്മയെ കൊന്ന വിവരം അറിഞ്ഞോ, അത് വ്യത്യസ്തമായ മോട്ടീവാണ്. മൾട്ടിപ്പിൾ മോട്ടീവ് ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നീട് സ്വന്തം അമ്മ, പെൺസുഹൃത്ത്, തൻ്റെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഇളയ സഹോദരൻ, അവരെ 3 പേരെ 2 പേരെ കൊന്നതും അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതും സ്നേഹക്കൂടുകൊണ്ടാണ്. താൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, തൻ്റെ പിതാവ് അവിടെ നിന്ന് വരുമോ ഇല്ലയോ എന്ന് അറിയില്ല, താൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്.
ആ സ്നേഹക്കൂടൽ കൊണ്ട് താനും ആത്മഹത്യക്ക് പോവുകയാണ്. അതുകൊണ്ട് തൻ്റെ ഉമ്മയും തൻ്റെ സഹോദരനും താനെ ഇഷ്ടപ്പെടുന്ന പെൺസുഹൃത്തും താനില്ലാതെ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് അവരെ കൊന്നത്. അല്ലെങ്കിൽ അമ്മയൊഴിച്ച് അമ്മ രക്ഷപ്പെട്ടു, തൽക്കാലം നിൽക്കുകയാണ്. എങ്കിലും 3 പേരെയും കൊല്ലാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ആ ചുറ്റി കൊണ്ട് അടിച്ചതും. മറ്റൊരു ആയുധമുണ്ട്, അതെന്താണെന്ന് ഇതുവരെ വെളിയിലോട്ട് വന്നിട്ടില്ല. പോലീസ് അത് കണ്ടെത്തുമെന്ന് തോന്നുന്നു. 3 മർഡറിനും വ്യത്യസ്തമായ മോട്ടീവാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് 3 DYSPമാർ അത് അന്വേഷിക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ആവശ്യമില്ല. ഓരോ സ്ഥലത്തും മോട്ടീവ് വ്യത്യസ്തമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സാമ്പത്തിക ഞെരുക്കത്തിൽ തന്നെയാണ് ഇയാൾ ഈ പ്രശ്നങ്ങൾ ചെയ്തത് എന്ന് പറയേണ്ടി വരും. കാരണം അയാളുടെ വികലമായ ഒരു മനസ്സാണ്, പല പല കോംപ്ലക്സ് നേച്ചറാണ് ആ മനസ്സിൽ. ഓരോ കാര്യത്തിനും ഓരോ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഇയാൾ എല്ലാവരെയും കൊന്ന ശേഷം കുളിച്ച് ഒരുങ്ങി ഫ്രഷായ ഷർട്ടിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ, അവിടെ വന്ന് കീഴടങ്ങുമ്പോൾ അയാൾ വിചാരിച്ചിട്ടുണ്ടാവണം താൻ കഴിച്ചിരിക്കുന്ന എലിവിഷം അല്ലെ മണ്ണെണ്ണ അല്ലെ അത് ഉള്ളിൽ ചെന്നിരിക്കുന്നത് കൊണ്ട് താൻ മരണമടയും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ മറ്റു മാർഗങ്ങൾ സാധാരണഗതിയിൽ ഇതുപോലെ ചെയ്യുന്നവർ മറ്റു മാർഗങ്ങളിലേക്കൊക്കെ പോകും. പക്ഷെ ഇയാൾ എന്തുകൊണ്ട് ജീവനോടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്തു? അത് ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ മോട്ടീവ് എന്തുകൊണ്ടാണ്, ഇയാൾ സ്വബോധത്തോടെ ഇയാൾക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ വിവരം നമുക്കറിയാൻ പറ്റും. ഇയാളുടെ ഉമ്മ ഷെമി അവർ ജീവനോടെ തിരിച്ച് വന്നെങ്കിൽ, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ കൂടുതൽ വിവരങ്ങൾ മകനെ പറ്റി പറയാൻ പറ്റും. ഇവിടെ ഇളയ കൊച്ചിനെ കൊന്നിട്ടും പെൺസുഹൃത്തിനെ കൊന്നിട്ടും തൻ്റെ ഭാര്യയ്ക്ക് ഇത്ര വലിയ ആപത്തുണ്ടായിട്ടും തൻ്റെ മകന് കൊലയാളിയാണെന്നറിഞ്ഞിട്ടും ഒരു പിതാവിന് ഗൾഫിൽ നിന്ന് വരാൻ സാധിക്കാത്ത അവസ്ഥയിൽ അദ്ദേഹം സാമ്പത്തിക ഞെരുക്കത്തിൽ അവിടെ കിടക്കുകയാണ്. ഇതെല്ലാം വായിച്ചു നോക്കിക്കഴിയുമ്പം, ഇതെല്ലാം പഠിച്ചു കഴിയുമ്പം മലയാളികളുടെ ഇന്നത്തെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. കാരണം അധ്വാനിക്കാത്ത ഒരു വിവാഹമായിട്ട് മലയാളികൾ മാറിക്കഴിഞ്ഞു. തങ്ങൾക്ക് പണം ലക്ഷറി ആയിട്ട് ചെലവഴിക്കണം. തൻ്റെ വരുമാനത്തിൻ്റെ ഇരട്ടിക്ക് അയാൾ വിലയുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കും. ജീവിതം അവിടെ മുതൽ തുടങ്ങുകയാണ്, അവിടെ മുതൽ തെറ്റുകയാണ്. 1 ലക്ഷം രൂപയുടെയും അതുപോലെ 50,000 60,000 രൂപയുടെയും ഒരു വരുമാനമില്ലാത്ത മകനോ ഒരു മകൻ്റെ പിതാവോ ആ മൊബൈൽ വാങ്ങിക്കും. അതിനുശേഷം അതിനകത്താണ് ചുറ്റി സഞ്ചാരം, ഒരു ജോലിയും ചെയ്യില്ല. പിന്നീട് മറ്റുള്ളവർ വാങ്ങിക്കുന്ന പോലെ ഒരു ലക്ഷറി കാറ് ലോൺ എടുത്തെടുക്കും. ആ കാർ കൊണ്ട് നടക്കും. അതിൻ്റെ EMI അടയ്ക്കാനുള്ള വരുമാനം ഇല്ല. മൊബൈൽ ഫോണിൻ്റെ പൈസ അടയ്ക്കാനുള്ള വരുമാനം ഇല്ല. പിന്നീട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വലിയൊരു ബൃഹത്തായ വീട് വയ്ക്കും. ആ വീടിൻ്റെ EMI അതും അടയ്ക്കാൻ കഴിയില്ല. അവസാനം ആ കുടുംബം ഒന്നടങ്കം ഇതുപോലെ ആത്മഹത്യ ചെയ്യാനേ കഴിയുള്ളൂ. ഇവിടെ തന്നെ ഈ സാമ്പത്തിക ഭാരം ഉണ്ടായപ്പം തന്നെ അമ്മയും മകനും കൂടെ ചേർന്ന് ആത്മഹത്യക്ക് ഒരു ആത്മഹത്യക്കുള്ള ഒരു തീരുമാനം എടുത്തിരുന്നെന്നും അമ്മ പിന്നീട് അതിൽ നിന്ന് പിന്മാറിയെന്നും വരുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഏറ്റവും ഇതിന് കാരണമായതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും മോട്ടീവ് നോക്കിക്കഴിയുമ്പോൾ 3 സ്ഥലത്തെയും വ്യത്യസ്തമായ മോട്ടീവ് കൊണ്ടാണ് 3 ഭാഗത്തും ഈ കൊലപാതകം നടത്തിയത്. പൊതുവായിട്ട് നോക്കിക്കഴിയുമ്പം ഇതൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുണ്ടായ ഒരു സംഭവം തന്നെയാണ്. അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, കാരണം അമിതമായ ലക്ഷറി ലൈഫിലേക്ക് പോയി ഇവർ പണമില്ലേലും വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നടക്കും. എവിടെ പോയും യാത്രയ്ക്ക് പോകും, ലക്ഷറി ആയിട്ട് അവിടങ്ങളൊക്കെ ചിലവാക്കും. വീടിൻ്റെ വരുമാനവും തൻ്റെ വരുമാനവും കണക്കാക്കിയുള്ള കുടുംബജീവിതം നയിക്കുന്ന എല്ലാവർക്കും ഇതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്.